നമസ്കാരം. കൊലപാതകം മുതൽ തീവ്രവാദം വരെ, അതിക്രമം മുതൽ അഴിമതി വരെ ഓരോ ദിവസവും നടുങ്ങുന്ന വാർത്തകളാണ്. കൊച്ചി ഉദയംപേരൂരിൽ യുവാവ് വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി. ഉദയംപേരൂർ സ്വദേശിനി നീതുവാണ് കൊല്ലപ്പെട്ടത്. അയൽവാസി ബിനുരാജിനെ ഉദയംപേരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ ആദ്യ വാർത്ത കൊച്ചി ബ്യൂറോയിൽ നിന്ന്. ഉദയംപേരൂർ മാങ്കായിക്കാവിനടുത്ത് മീൻകടവിലാണ് സംഭവം. പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ ബിനുരാജ് ടെറസിൽ തുണി വിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന നീതുവിനെ കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി കൊണ്ട് വെട്ടുകയായിരുന്നു. വെട്ടേറ്റു വീണ പെൺകുട്ടി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കൊലപാതകത്തിന് ശേഷം ടെറസിന് താഴെയെത്തിയ യുവാവ് വിവരം അയൽക്കാരെ അറിയിക്കുകയും പോലീസിനോട് ഇക്കാര്യം പറയാനാവശ്യപ്പെടുകയും ചെയ്തു. പെൺകുട്ടിയുടെ വീട്ടിൽ മറ്റാരുമില്ലാതിരുന്ന സമയത്താണ് കൊലപാതകം നടന്നത്. നീതുവും ബിനുരാജും വളരെ നാളായി പ്രണയത്തിലായിരുന്നുവെന്ന് ചോദ്യം ചെയ്യലിൽ ഇയാൾ പോലീസിനോട് പറഞ്ഞിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി പെൺകുട്ടി മറ്റൊരു യുവാവുമായി പ്രണയത്തിലാണെന്ന സംശയമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് ചോദ്യം ചെയ്യലിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വിദ്യാർത്ഥിക്ക് നേരെ പോലീസിന്റെ ക്രൂരമർദ്ദനം. കണ്ണൂർ പേരാവൂർ മുരുങ്ങോടിയിലെ മോഹിഷാണ് പേരാവൂർ SI ദിനേശിന്റെ ക്രൂരമർദ്ദനത്തിനിരയായത്. പേരാവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ മാർച്ച് നടത്തി. ബുധനാഴ്ച രാവിലെ 8:30 പേരാവൂർ SI ദിനേശാണ് മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി മോഹിഷിനെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയത്. സ്കൂൾ സമയം കഴിഞ്ഞ് ടൗണിലെ കടയിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന മോഹിഷ് പരീക്ഷയായതിനാൽ കുറച്ചു ദിവസമായി ജോലിക്ക് പോയിരുന്നില്ല. കൂടെ ജോലി ചെയ്യുന്ന സുഹൃത്തിനെ കാണാൻ കടയിൽ പോയി തിരിച്ചു പോരാനായി കടയുടെ പുറത്ത് സുഹൃത്തിനെ കാത്തു നിൽക്കുമ്പോഴാണ് സംഭവം. ഇതുവഴി ജീപ്പിലെത്തിയ SI ദിനേശ് അസമയത്ത് ടൗണിലെന്താണ് എന്ന് ആക്രോശിച്ച് കർണത്തടിക്കുകയും മർദ്ദിച്ച് ജീപ്പിലേക്ക് വലിച്ചിടുകയുമായിരുന്നു. ഇന്നലെ ഞാൻ ബൈക്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ SI വണ്ടിയിൽ വന്നിട്ട് എന്നെ അടുത്ത് വിളിച്ച് ഇവിടെ അടിച്ച് കുത്തിക്കടിച്ചു. എന്നിട്ട് ഒന്നും ചോദ്യമൊന്നും ചോദിച്ചില്ല. നിനക്കെന്താ ഈ ടൗണിൽ കാര്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഇങ്ങനെ അച്ഛന് ഗുളിക മേടിക്കാനും പിന്നെ ഒരു ചങ്ങായി കൊണ്ട് അവന് വരാനുണ്ടെന്ന് പറഞ്ഞ് അവനെ കാത്തു നിന്നാണ്. അപ്പോൾ SI നേരെ എന്നെ വണ്ടിയിൽ വലിച്ചു കയറ്റി. സംഭവം അറിഞ്ഞ് DYFI പ്രവർത്തകർ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് വിദ്യാർത്ഥിയെ വിട്ടയച്ചത്. സിസേറിയന് സജ്ജമാക്കിയ യുവതി ഗർഭിണിയല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറക്കിവിട്ടു. യുവതിയുടെ വയറ്റിലുള്ളത് കൊഴുപ്പടിഞ്ഞുണ്ടായ മുഴയാണെന്നും 9 മാസം അവരെ ചികിത്സിച്ച ഡോക്ടർ പറയുന്നു. യുവതിയുടേത് കപട ഗർഭമെന്ന് ആശുപത്രി സൂപ്രണ്ടും വ്യക്തമാക്കി. ഇതോടെ ഡോക്ടർക്കെതിരെ കുടുംബം പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കോട്ടയം ബ്യൂറോ റിപ്പോർട്ട് കാണാം. കോട്ടയം കുറുമ്പനാട് സനോഷിന്റെ ഭാര്യയാണ് 9 മാസം കുഞ്ഞാണെന്ന് കരുതി വയറ്റിൽ മുഴ ചുമന്നത്. ഇവരെ പരിശോധിച്ചിരുന്നത് ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഷീജയായിരുന്നു. കൂലിപ്പണിക്കാരനായ സനോഷ് ഭാര്യ ഷൈനി മോളെ സ്വകാര്യ പ്രാക്ടീസ് നടത്തിയിരുന്ന ഡോക്ടറുടെ വീട്ടിലെത്തിച്ചായിരുന്നു പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്കാനിങ്ങും മറ്റും ഇവർ നടത്തിയിരുന്നുവെങ്കിലും വയറ്റിലുള്ളത് കുട്ടിയാണോ അതോ മുഴയാണോ എന്ന് ഈ പരിശോധനയിലും കണ്ടെത്താനായിരുന്നില്ല. പക്ഷേ ഗർഭിണിയായ യുവതിക്ക് നൽകുന്ന എല്ലാ മരുന്നുകളും പരിശോധനയും ഡോക്ടർ നൽകിയിരുന്നു. ഒടുവിൽ സിസേറിയന്റെ തീയതി നിശ്ചയിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലെത്തിച്ചപ്പോഴാണ് വയറ്റിലുള്ളത് കുട്ടിയല്ലെന്നും കൊഴുപ്പടിഞ്ഞുണ്ടായ മുഴയാണെന്നും ചൂണ്ടിക്കാട്ടി ഡോക്ടർ യുവതിയെ തിയേറ്ററിൽ നിന്നും ഇറക്കിവിട്ടത്. 3-ാം മാസത്തിൽ സ്കാൻ ചെയ്തിട്ട് ഗർഭിണിയാണെന്ന് പറയുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ തുടർച്ചയായിട്ട് ഡോക്ടർ വീട്ടിൽ പോയി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. 100 രൂപ ഫീസ് കൊടുക്കണമായിരുന്നു. ഇവിടെ 4 പ്രാവശ്യം വന്ന് കണ്ടായിരുന്നു. OP ഒന്ന് കണ്ടിട്ടുണ്ട്. അതേസമയം യുവതി ഈ ആശുപത്രിയിലെ സ്ഥിരം സന്ദർശക ആയിരുന്നില്ലെന്നും അവരുടേത് സൂഡോ പ്രഗ്നൻസി അഥവാ ഇല്ലാ ഗർഭമായിരുന്നുവെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുജ എബ്രഹാം മാധ്യമങ്ങളോട് പറഞ്ഞു. സ്യൂഡോ പ്രഗ്നൻസി എന്ന് പറഞ്ഞൊരു പ്രത്യേകതരം കണ്ടീഷനുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് മൊമെൻ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഈ കേസ് അതുപോലത്തെ ഒരു കേസാണ്. റെഗുലർ ചെക്കപ്പിൽ വന്നിട്ടില്ല, അതുകൊണ്ടാണ് അറിയാൻ പറ്റാതെ പോകുന്നത്. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് വാങ്ങിയ യുവതിയുടെ ബന്ധുക്കൾ ഡോക്ടറുടെ അനാസ്ഥയ്ക്കെതിരെ പരാതി നൽകുമെന്ന് വ്യക്തമാക്കി. വിശദമായ പരിശോധനയ്ക്കായി യുവതിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് പോളിടെക്നിക് ക്യാമ്പസിൽ സ്ഥാപിച്ച ക്രിസ്മസ് നക്ഷത്രം ABVP പ്രവർത്തകർ തീവച്ച് നശിപ്പിച്ചതായി പരാതി. തിരുവനന്തപുരം ബ്യൂറോയുടെ റിപ്പോർട്ട് കാണാം. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പോളിടെക്നിക്കിന് മുമ്പിൽ നക്ഷത്രം സ്ഥാപിച്ചത്. നരേന്ദ്രമോദിയുടെ സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഭാഗമായി പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിന് നക്ഷത്രം നീക്കം ചെയ്യണമെന്നായിരുന്നു ABVPയുടെ ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ച് ചൊവ്വാഴ്ച ABVP പഠിപ്പ് മുടക്കി. തുടർന്നുണ്ടായ സംഘർഷത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു. ഇന്ന് പുലർച്ചെയാണ് നക്ഷത്രം തീവച്ച് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. സുഹൃത്തുക്കൾ വന്നിട്ട് ഈ സ്റ്റാർ അഴിച്ചു മാറ്റണം, ഞങ്ങളിവിടെ സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായിട്ട്
പ്ലാസ്റ്റിക് വിരുദ്ധ ക്യാമ്പസ് ആക്കാൻ മാറ്റാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ആ സ്റ്റാർ അഴിച്ചു മാറ്റാൻ ഞങ്ങളോട് വന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ വന്നപ്പോൾ സ്റ്റാർ കത്തിച്ചിട്ടിരിക്കുന്നു. ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റികളോട് കോളേജ് യൂണിയൻ മെമ്പേഴ്സ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്ന് വെച്ചാൽ ഇന്നലെ 2 മണിക്ക് കുറച്ച് പുറത്തുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, അവർ പെട്രോൾ ഒഴിച്ച് സ്റ്റാർ കത്തിക്കാനുണ്ടായത്. അപ്പോൾ പുലർച്ചെയാണ് സംഭവം നടന്നത്. മതിൽ ചാടിക്കടന്നു വന്ന 2 പേരാണ് ഇത് ചെയ്തതെന്ന് സെക്യൂരിറ്റി പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ ക്യാമ്പസിൽ പ്രകടനം നടത്തി. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി കൂടുതൽ പരിപാടികൾ നടക്കാനിരിക്കെയാണ് ABVP പ്രവർത്തകർ നക്ഷത്രം നശിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഡിവൈഎഫ്ഐയുടെ മതേതര ആർഭാടരഹിത വിവാഹ സൈറ്റ് തീവ്രവാദികൾ ഹാക്ക് ചെയ്തു. ഇസ്ലാമിക് ആർമി എന്ന് പേരിട്ട ഗ്രൂപ്പാണ് സൈറ്റ് ഹാക്ക് ചെയ്തത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലാണ് വിവാഹ സൈറ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. ജാതിമത മതിലുകൾക്കും സാമ്പത്തിക അസമത്വത്തിനുമപ്പുറം സ്നേഹം കൊണ്ട് ഒന്നാകാൻ ആഗ്രഹിക്കുന്നവർക്കായി ഡിവൈഎഫ്ഐ ഒരുക്കിയ www.secularmarriage.com എന്ന വെബ്സൈറ്റാണ് ഹാക്ക് ചെയ്യപ്പെട്ടത്. ഇന്നലെ നടി റിമ കല്ലിങ്കലും ആഷിഖ് അബുവും ചേർന്നായിരുന്നു വെബ്സൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത്. രാവിലെ സൈറ്റ് തുറന്നു നോക്കുന്നവർക്ക് കാണാനായത് ഇസ്ലാമിക് ആർമി സൈറ്റ് ഹാക്ക് ചെയ്തതായാണ്. യാ മുഹമ്മദ്, യാ അല്ലാ എന്നിങ്ങനെ എഴുതി ചേർത്ത സൈറ്റിൽ ലോകത്ത് ഇസ്ലാമിനെ ബഹുമാനിക്കാത്ത രാജ്യങ്ങളിലെല്ലാം ഞങ്ങൾ സൈബർ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്നും ചേർത്തിരിക്കുന്നു. എന്നാൽ ഹാക്കിങ്ങിനെതിരെ സൈബർ സെല്ലിൽ പരാതി നൽകിയതായും പെട്ടെന്ന് തന്നെ വെബ്സൈറ്റ് പ്രവർത്തന സജ്ജമാകുമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി M സ്വരാജ് പറഞ്ഞു. ഈ മതേതര വിവാഹ വെബ്സൈറ്റ് നമ്മുടെ നാട്ടിലെ, നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തിലെ ആകെയുമുള്ള തീവ്ര ചിന്താഗതി പുലർത്തുന്ന മതമൗലികവാദികളെ, ഭീകരവാദികളെ എത്രമാത്രം അസ്വസ്ഥരാക്കുകയും പ്രകോപിതരാക്കുകയും ചെയ്തു എന്നതിലാണ്. ആ കാര്യത്തിൽ തുടക്കത്തിലെ തന്നെ ഞങ്ങൾ ലക്ഷ്യം കണ്ടിരിക്കുന്നു, വിജയിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായിരുന്നാലും നമ്മുടെ നാട് ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണിത്. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഹാക്കിങ്ങിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. അതേസമയം അമേരിക്കയും ഇസ്രയേലും ചോരക്കൊതിയന്മാരാണെന്നും ഹാക്ക് ചെയ്ത സൈറ്റിൽ പറയുന്നുണ്ട്. അള്ളായെ വാഴ്ത്തുന്ന ഭീകരതയുടെ ശബ്ദവുമായി ലോകം വെട്ടിപ്പിടിക്കുന്ന വാളേന്തിയ ആൾരൂപം ആലേഖനം ചെയ്താണ് ഇസ്ലാമിക് ആർമി സൈറ്റ് ഹാക്ക് ചെയ്തിരിക്കുന്നത്. മതേതര മൂല്യങ്ങളുടെ ചെറിയ മുന്നേറ്റത്തെ പോലും മുളയിലെ നുള്ളുമെന്ന ഭീഷണിയാണ് ഇസ്ലാമിക് ആർമി ഈ ഹാക്കിങ്ങിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. വെള്ളമുണ്ട മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിന്റെ ഉത്തരവാദി സർക്കാരെന്ന് മാവോയിസ്റ്റ് ലഘുലേഖ. കുഞ്ഞോമിൽ നടന്നത് 2 വർഗ്ഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണെന്നും CPI മാവോയിസ്റ്റിന്റെ ലഘുലേഖ പറയുന്നു. പാലക്കാട് പ്രസ് ക്ലബ്ബിൽ മാധ്യമങ്ങൾക്കായി സ്ഥാപിച്ച പ്രസ് ബോക്സിലാണ് ലഘുലേഖ എത്തിയത്. ഡിസംബർ 7 വയനാട് വെള്ളമുണ്ടയിൽ നടന്ന ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മാവോയിസ്റ്റ് ലഘുലേഖയിലുള്ളത്. കുഞ്ഞോമിലെ മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിന്റെ ഉത്തരവാദി സർക്കാരാണെന്ന തലക്കെട്ടോടു കൂടിയതാണ് ലഘുലേഖ. CPI മാവോയിസ്റ്റ് പശ്ചിമഘട്ട പ്രത്യേക മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി വക്താവ് ജോഗിയുടെ പേരിലാണ് ലഘുലേഖ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കുഞ്ഞോമിൽ നടന്ന ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് ജനകീയ ഗറില്ല സേന കബനി ദളത്തിലെ 4 സഖാക്കളും 20-ലധികം വരുന്ന തണ്ടർബോൾട്ട് കമാൻഡോകളും മുഖാമുഖം വന്നെന്ന് ലഘുലേഖ പറയുന്നു. കബനി ദളത്തിനെ ഇല്ലായ്മ ചെയ്യാൻ ഈ പ്രദേശത്ത് പരിശോധനയും വീടുകൾ കയറിയിറങ്ങലും പോലീസിന്റെയും തണ്ടർബോൾട്ടിന്റെയും പതിവാണ്. അവസരം മുതലെടുത്ത് നിലവിലുള്ള സൈനികവത്കരണം തീവ്രമാക്കാനാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നത്. മാവോയിസ്റ്റുകൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയാണ് വേണ്ടതെന്ന KPCC പ്രസിഡന്റ് VM സുധീറിന്റെ അഭിപ്രായം പോലും പരിഗണിക്കാതെയാണ് സർക്കാർ നടപടിയെന്നും ലഘുലേഖ കുറ്റപ്പെടുത്തുന്നു. അടിസ്ഥാനപരമായി വ്യത്യസ്ത താൽപര്യങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന 2 വർഗ്ഗങ്ങളുടെ ഏറ്റുമുട്ടലാണ് കുഞ്ഞോമിൽ നടന്നത്. ചെന്നിത്തലയും കമാൻഡോ വിഭാഗവും ജനചൂഷകർക്ക് സംരക്ഷണം കൊടുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മാവോയിസ്റ്റ് ജനകീയ സേന സായുധ ചെറുത്തുനിൽപ്പ് ശക്തിപ്പെടുത്തുമെന്ന മുന്നറിയിപ്പും ലഘുലേഖ നൽകുന്നു. ഏറ്റുമുട്ടലിനെ സെൻസേഷണലായി കാണാതെ അവിടുത്തെ ജനങ്ങളുടെ ദുരിതങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വസ്തുതാന്വേഷണത്തിന് മാധ്യമങ്ങൾ തയ്യാറാകണമെന്ന അഭ്യർത്ഥനയോടെയാണ് ലഘുലേഖ അവസാനിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.